വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെണ്ണില്ലേ ദീപ്തി എന്ന് പറഞ്ഞിട്ട്, അവള് വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത്. അവളുടെ ഒരൊറ്റ സാധനം മേടിക്കല്ല. അവള് നിങ്ങളെപ്പറ്റി യൂട്യൂബിൽ വളരെ മോശം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇട്ട് അവള് കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, കാട്ടി നടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തറിയിക്കുന്നത് അവളാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാ ഇനി അവളും അവളെ പോലുള്ളവരാരും ഇവിടെ. ദീപ്തി ചീത്തത്തോടുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. ദീപ്തി ടീച്ചർ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ആളൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. കാട്ടിൽ താമസിക്കുന്ന ആദിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. ആദിവാസികൾക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളും മറ്റും ഇവർ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വൃത്തിയോടെ ജീവിക്കേണ്ടതിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നാട്ടിലുള്ള മനുഷ്യന്മാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ ആദിവാസികൾക്കും ലഭ്യമാക്കുക, ഒരു സാമൂഹ്യ ജീവിയായി അവരെ മാറാൻ സഹായിക്കുക, ഇങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളുമായിട്ടാണ് ദീപ്തി ഓരോ തവണയും കാട് കയറാറുള്ളത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈനർ ആയിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടി ഗർഭിണി ആയതുമായി ബന്ധപ്പെട്ട് ദീപ്തി ചെയ്ത വീഡിയോ വൻ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. ആ അനുഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലെ. അന്ന് ഈ സംഭവം ആദ്യമായി റിവീൽ ചെയ്യുന്ന സമയത്ത് വളരെ വികാരാധീനയായിട്ടാണ് ദീപ്തി സംസാരിച്ചിരുന്നത്. കാരണം ദീപ്തിയുമായി വളരെ അടുപ്പമുള്ള ഒരു പെൺകുട്ടിയാണ് ഗർഭിണിയായിരിക്കുന്നത്. ദീപ്തി കാട്ടിലേക്ക് ചെല്ലുമ്പോഴെല്ലാം ഓടി എത്തുകയും ദീപ്തിയുടെ കൂടെ വ്ലോഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി. അവളെ നിർബന്ധിച്ച് പഠിക്കാൻ വിട്ടതൊക്കെ ദീപ്തി ടീച്ചറാണ്. സോ അങ്ങനെ തനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഗർഭിണി ആയെന്ന് അറിയുമ്പോൾ ആർക്കാണ് സഹിക്കാൻ പറ്റുക. എന്തായാലും അന്ന് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം യൂട്യൂബ് വീഡിയോയിലൂടെ ദീപ്തി ടീച്ചർ പങ്കുവെച്ച സമയത്ത് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് ആളുകൾ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. വിമർശിച്ചവർ പ്രധാനമായും പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ദീപ്തി ഈ വിഷയം ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയല്ലായിരുന്നു എന്നുള്ളതാണ്. ആദിവാസി പെൺകുട്ടി പ്രഗ്നന്റ് ആയ കാര്യം പബ്ലിക്കായി പറയുന്നത് പ്രശ്നമാവാൻ സാധ്യത ഉണ്ട് എന്നും ഇങ്ങനെ യൂട്യൂബിൽ വന്ന് പറയുന്നതിന് പകരം അധികാരികൾ അറിയിക്കുകയാണ് വേണ്ടിയിരുന്നത് എന്നുമൊക്കെയാണ് പലരും അഭിപ്രായപ്പെട്ടത്. എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കുള്ള മറുപടിയായിട്ട് ദീപ്തി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ വീഡിയോയിലൂടെയാണ് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന അധികാരികളെ കുറിച്ച് ദീപ്തി ആദ്യമായി സൂചന നൽകുന്നത്. അധികാരികളെന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിലും ആദിവാസികൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിയുന്ന അത്യാവശ്യം ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ കാട്ടിൽ ചെന്ന് ദീപ്തിയെ അങ്ങോട്ട് അടുപ്പിക്കരുത് എന്നും ദീപ്തി പ്രഗ്നന്റ് ആയ പെൺകുട്ടിക്കെതിരെയും അവളുടെ കുടുംബത്തിനെതിരെയും ഒക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആദിവാസികളെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യം അവിടെയുള്ള മറ്റുള്ള ആദിവാസികൾ മുഖേന ദീപ്തി അറിയുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിച്ചുകൊണ്ട് ദീപ്തി ടീച്ചർ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. അതായത് ആ പെണ്ണില്ലേ, മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെണ്ണില്ലേ ദീപ്തി എന്ന് പറഞ്ഞിട്ട്, അവള് വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത്. അവളുടെ ഒരൊറ്റ സാധനം മേടിക്കല്ല. അവള് നിങ്ങളെപ്പറ്റി യൂട്യൂബിൽ വളരെ മോശം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇട്ട് അവള് കാശുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, കാട്ടി നടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തറിയിക്കുന്നത് അവളാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാ ഇനി അവളും അവളെ പോലുള്ളവരാരും ഇവിടെ എത്തത്തില്ല. നിങ്ങളുടെ കാര്യങ്ങളൊന്നും പുറത്തറിയത്തുമില്ല എന്ന് ഉപദേശിച്ചത് ഒരു എന്താ പറയുന്നത്, എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കിടയിലെല്ലാം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇത് അവിടെ പോയി ഉപദേശിച്ചത്. പക്ഷേ എന്തായാലും വേലി തന്നെ വിളവ് തിന്നു കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അതാ കണ്ടു. ദീപ്തി പറഞ്ഞ പ്രമുഖനായിട്ടുള്ള വ്യക്തി മിക്കവാറും ഒരു സർക്കാർ ഒഫീഷ്യൽ ആവാനാണ് സാധ്യത. അതായത് ഔദ്യോഗികമായി ആദിവാസികളെ സഹായിക്കാൻ കഴിവുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ തന്നെ അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അവരെ സഹായിക്കുന്ന ഒരു യുവതിയെ കുറിച്ച് മോശമായി പറഞ്ഞു പരുത്തുക എന്നൊക്കെ പറഞ്ഞ എന്താണ് അവസ്ഥ അല്ലെ. ഇയാളെന്താ അവിടെ ചെയ്യുന്നത്? ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയ വിവരം പുറം ലോകത്തെ അറിയിക്കാതെ മാക്സിമം മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യം തീർച്ചയായും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയതുമായി ബന്ധപ്പെട്ട് ഇനി ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇനി അതല്ല ഇയാൾ മറ്റാരെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ എന്തിനാണ് പിന്നെ ഇയാൾ ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത്? ദീപ്തിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു വരുത്തുന്നത്. ഇങ്ങനെ മൈനർ ആയിട്ടുള്ള പെൺകുട്ടികൾ പ്രഗ്നന്റ് ആവുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയല്ലേ ശരിക്കും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ ഇത് ആരും അറിയാതിരിക്കാൻ വേണ്ടി ആദിവാസികളെ സഹായിക്കാണോ വേണ്ടത്? അവർ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ അവിടെ സാധാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളുടെ ജീവിതം തൊലയ്ക്കാണോ വേണ്ടത്? ഇതിപ്പോ ഇത്ര ചെറുപ്പത്തിൽ അമ്മയായിട്ടുള്ള ആ പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിക്ക് പിറക്കുന്ന കുഞ്ഞിന്റെയും ജീവിതം നരകമായിരിക്കും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ആദിവാസികളൊന്നും ഇങ്ങനെ സ്കൂളിൽ പോയി പഠിക്കേണ്ട പ്രായത്തിൽ പ്രസവിച്ചും മറ്റും നടന്നാൽ മതിയോ? യഥാർത്ഥ ജീവിതം എന്താണെന്നുള്ളത് അവരും അറിയണ്ടേ? എങ്ങനെ അറിയാനാണല്ലേ ഇതെല്ലാം അവസ്ഥ? സഹായിക്കേണ്ടവർ തന്നെ ഉപദ്രവം ചെയ്യാണ്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. പക്ഷേ പിന്നെ പ്രിയപ്പെട്ട വ്യക്തി, നിങ്ങൾ എന്നെ പറ്റി വളരെ മോശമായിട്ട് ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ വള്ളി പുള്ളി തെറ്റാണ്ട് അവരെനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോ ഒരു കുടുംബത്തെ പറ്റിയിട്ടാണ് ഇപ്പോ നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നിങ്ങൾ ഒരു 5-6 വർഷം മുന്നേ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുന്നത്, ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ ലോകത്തുണ്ടാവാതിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അതുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടാവത്തില്ലായിരുന്നു. അവരുടെ ആട്ടും തുപ്പും കേട്ട് വളരേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. അതുപോലെ എത്രയോ അമ്മമാര് ഇപ്പൊ എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. വളരെ മോശം. അതായത് ഈ ഒരു വ്യക്തി നല്ല തിരക്കുള്ള ഒരു വ്യക്തിയാണ്. വീഡിയോ കണ്ടിട്ടാണോ ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. കാണാൻ യാതൊരു സാധ്യതയും ഇല്ല.
പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവർക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പൊ മറ്റാരെക്കാട്ടിൽ കൂടുതലും അറിഞ്ഞ് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുള്ളതിന്റെ ഒരു 100% വിശ്വാസം എനിക്കുണ്ട്. അതതിന്റെ സത്യമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ശരിയായിരിക്കും. പക്ഷേ എന്നോടൊരു പക്ഷേ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഞാനല്ലേ എന്നെ പോലെ മറ്റൊരു വ്യക്തി അവിടെ ചെന്നേ പറ്റുള്ളൂ. അപ്പോ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് പുറത്തു വന്നതിന്റെ പേരില് ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ട് പല കഥകളും പറഞ്ഞ് അവർക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ അഭിമാനവും ആദർശവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാല് വയറ് നിറയില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയ വ്യക്തികളാണ് അവര്. അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ ഒരിക്കലും വയറ് നിറയില്ല എന്ന് നല്ല ഒന്നാന്തരമായിട്ട് അറിയാവുന്ന അവര് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം വള്ളി പുള്ളി തെറ്റാണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പഴയ പോലെ അല്ല ഇപ്പൊ ആൾക്കാര്. അവിടെ നിങ്ങളിപ്പോ എന്താ പറയുന്നത്, വിദ്യാഭ്യാസം കൊടുക്കണം, ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവര് ഇങ്ങനെ ഒരു ഗർഭത്തിന്റെ ഒരു അവസ്ഥ വരുന്നുടനെ പറയും, ഇത് അവർക്കിടയിലുള്ള സഹജമാണ്, കാട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ സ്വാഭാവികം, ഇത് അവരുടെ രീതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഒരു കുട്ടി പഠിക്കാതിരുന്നാൽ അത് അവരുടെ രീതിയാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ അത് അവർക്കിടയിൽ സാധാരണ അങ്ങനെ ഇങ്ങനെയാ. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് മാറി. നിങ്ങളൊരു 10 വർഷം മുന്നേ കണ്ട ആൾക്കാരല്ല അവരിപ്പോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ വ്യക്തി ആദിവാസികൾക്കിടയിൽ പോയി പരത്തിയ നുണപ്രചരണങ്ങളൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് ദീപ്തി ടീച്ചർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇയാൾ അവിടെ പറഞ്ഞതും അവിടെ നടന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദിവാസികൾ ദീപ്തി ടീച്ചറുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ദീപ്തി ടീച്ചർ കാട് കയറി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഏറെക്കുറെ ഫലം കണ്ടു എന്നർത്ഥം. പണ്ടൊക്കെ ഈ ആദിവാസികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ആർക്കും എന്തും പറഞ്ഞ് അവർ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ദീപ്തിയെ പോലുള്ള ആളുകളുടെ ഇടപെടൽ മൂലം യഥാർത്ഥത്തിൽ അവരെ സഹായിക്കാൻ വരുന്നവരാരാണ്, ഉപദ്രവിക്കാൻ വരുന്നവരാരാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഇപ്പൊ ആദിവാസികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ചൂഷണങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയാണ് നോക്കാം. ഇതിലൊരു 3 വർഷം മുന്നേ ഇവർക്ക് കുറച്ച് പച്ചക്കറി കൊണ്ട് കൊടുത്താൽ ഇത് വെറുതെ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയിട്ട് കുറച്ച് മുളക് പൊടി കലക്കി എടുക്കുമായിരുന്നു ഇവര്. അതാണ് അവർ ചെയ്യുന്നത്. അത് ഈ പച്ചച്ചോറിൽ ഒഴിച്ച് കഴിക്കും. ബാക്കി എന്തൊക്കെ കൊടുത്താലും അവർക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നാൽ നിരന്തരമായി നമ്മൾ അവിടെ പോവുകയും പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഈ സാമ്പാർ പൊടിയില്ലേ, സാമ്പാർ പൊടി എന്താണെന്നും കായം എന്താണെന്നും ഓരോന്നും എത്ര അളവിലിടണം, എത്ര ആൾക്ക് ആ ഒരു പാത്രത്തിന്റെ അളവിലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇപ്പൊ അവിടെയുള്ള എല്ലാ കുടുംബക്കാരും നല്ല ഒന്നാന്തരമായിട്ട് സാമ്പാർ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? അതായത് ഈ എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് അവർ മാറി. ഒരു 3 വർഷം മുന്നേ കായപ്പൊടി എന്താ, സാമ്പാറിന്റെ പൗഡർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇപ്പൊ പച്ചക്കറി കിട്ടിയത് ഇങ്ങനെ വെക്കണമെന്ന് അവർക്കറിയാം. അതുപോലെ ഒരു വേഷം ഇട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം അത് ഇട്ടിട്ട് നാറി നടക്കുന്ന അവർക്ക് തുണി കഴുകണം, അല്ലെങ്കിൽ ഇതാണ് തലയെ തേക്കുന്ന ഷാമ്പു, തുണി കഴുകേണ്ട സോപ്പ് ഇതാണ്, ദേഹത്ത് തേക്കേണ്ട സോപ്പ് ഇതാണ്, പാത്രം കഴുകേണ്ട സോപ്പ് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പൊ അത് തീർന്ന ഉടനെ അത് വേണമെന്നൊരു തോന്നൽ അവരിലുണ്ട്. വൃത്തിക്ക് നടക്കണം, കുളിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിരലിലുണ്ടാവുന്ന 1-2 കുടുംബങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇതൊക്കെ ഇപ്പൊ നമ്മളെപ്പോലെ തന്നെ അവശ്യ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ഇതെല്ലാം. അതിന്റെ എന്തായാലേ നാടുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആദിവാസി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. രുചികരമായിട്ടുള്ള ഭക്ഷണം പോലും വെക്കാൻ അറിയാത്ത ആളുകൾ എന്ത് കിട്ടിയാലും പുഴുങ്ങി തിന്നാന്നല്ലാണ്ട് അതെങ്ങനെ പാചകം ചെയ്യണം എന്നുള്ളത് അവർക്കറിയില്ല. ഇന്ന് അവർക്ക് സാമ്പാർ വെക്കാൻ അറിയാമെന്നൊക്കെയാണ് ഇവിടെ ദീപ്തി പറയുന്നത് അല്ലെ. കുളിക്കാനുള്ള സോപ്പ് ഏതാണ്, അലക്കാനുള്ള സോപ്പ് ഏതാണ് എന്നൊക്കെ അവർക്ക് ഇന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നമുക്കിതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയ സംഭവമാണെന്ന് തോന്നിയേക്കാം. ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതും സോപ്പ് തിരിച്ചറിയുന്നവരുമൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നവർ പിച്ച വെച്ച് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ചിന്തിച്ചാൽ മതി. ആ കൊച്ചുകുട്ടിയാണ് ആദിവാസികൾ. ആ കൊച്ചുകുട്ടി വെക്കുന്ന ഓരോ കാൽവെപ്പും അത്ഭുതമല്ലേ. അതുപോലെയാണ് ആദിവാസികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഓരോരോ ചെറിയ പ്രോഗ്രസുകളും വലിയ കാര്യമാകുന്നത്. അവർക്കിടയിലുണ്ടായ ഈ മാറ്റത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ സോപ്പിന്റെയും സാമ്പാറിന്റെയും ഒക്കെ ഉദാഹരണം ദീപ്തി ടീച്ചർ എടുത്തിട്ടത്. ആദിവാസികൾക്കിടയിൽ കാര്യക്ഷമമായി ഇടപെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് ദീപ്തി ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ പ്രഗ്നന്റ് ആയ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ദീപ്തി ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ കുടുംബം മൊത്തത്തില് കാട് കയറി. അവരിപ്പോ അവിടെ ഇല്ല. പക്ഷേ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലിറങ്ങി വരാറുണ്ട്. നാട്ടിലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ കാട്ടിലേക്ക്, അവർ കുടിൽ കെട്ടിയിടത്തോട്ടൊക്കെ വരാറുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ട്. മലഞ്ചരക്ക് സാധനങ്ങളുമായിട്ട് പുറത്ത് വന്നിട്ട് ആ കാട്ടിൽ നിന്ന് നാട്ടിൽ അത്രയും വരത്തില്ല, അവരുടെ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. പക്ഷെ ചോദിക്കുന്നവരോടൊക്കെ അവർ പറഞ്ഞിരുന്നത് അവരുടെ കുട്ടിയെ കണ്ടില്ല, അവരും കുട്ടിയെ തേടിയാ നടക്കുന്നതെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഒരുപാട് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. ഈ അച്ഛനും അമ്മ ഇറങ്ങി വരുന്നുടനെ അച്ഛനമ്മ ഒറ്റയ്ക്കാണ് വരുന്നത്. ആ കൊച്ചു പിള്ളേരുടെ കൂടെ എന്തായാലും ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉൾക്കാട്ടിലുണ്ടെന്നുള്ള നമുക്ക് നല്ല വ്യക്തമാണ്. കാരണം ഉൾക്കാട്ടിലേതായാലും കൊച്ചു പിള്ളേരെ ഒറ്റയ്ക്ക് തിരിച്ചു വരത്തില്ലല്ലോ. അവര് ആരൊക്കെ പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ തന്നെ അവര് ഉൾക്കാട്ടിലേക്ക് പോയി അവര് കുട്ടിയെ അവർ നോക്കുവാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ
തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ട്. ഇത് അവരുടെ ഒരു രീതിയാണ്, നമ്മൾ നാളുകളായിട്ട് കണ്ടുവരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, ഈ വിഷയം ആദ്യമായി സംസാരിച്ച സമയത്ത് ഒരു ഞെട്ടലോടെ കേട്ടൊരു സംഭവമായിരുന്നത് അല്ലെ. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാണെങ്കിൽ അവളുടെ കുടുംബം അവളെയും കൂട്ടി കാട് കയറും, പിന്നീട് പ്രസവിച്ച് കഴിഞ്ഞാലേ തിരിച്ച് നാട്ടിലേക്ക് വരികയുള്ളൂ എന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രസവിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ കുഞ്ഞായിട്ടാണ് എല്ലാവരെയും ആ കുഞ്ഞിനെ പരിചയപ്പെടുത്തുക എന്നൊക്കെ അല്ലെ. അതായത് കുട്ടിയുടെ മുത്തശ്ശി കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുമെന്ന് സാരം. എന്തായാലും ദീപ്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവരെന്തായാലും കാട് കയറി. ഇനി ആ പെൺകുട്ടിക്ക് ഒരു പ്രഗ്നന്റ് ആയ ആൾക്ക് ലഭിക്കേണ്ട പോഷകാഹാരങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ലഭിക്കുകയില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ കുഞ്ഞിനുണ്ടാവാനും സാധ്യതയുണ്ട്. ഇനിയും ഇതൊന്നും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. ആദിവാസികൾക്കിടയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നും പറഞ്ഞ് തള്ളിക്കളയാതെ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമായി തന്നെ ചെയ്യണം. കാരണം കൊച്ചു പെൺകുട്ടികളുടെ കാര്യമാണ്. നമ്മളെ കുഞ്ഞുങ്ങളെയും പോലെ അവർ പഠിച്ചും കളിച്ചും ജീവിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.